अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहू वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़दूबि अलैहिम वलद्दाल्लीन इन्नल लज़ीना हुम मिन खश्यति रब्बिहिम मुश्फ़िक़ून वल्लज़ीना हुम बिआयाति रब्बिहिम युमिनून वल्लज़ीना हुम बिरब्बिहिम ला युश्रिकून वल्लज़ीना यु'तूना मा आतौ व क़ुलूबुहुम वजिलतुन अन्नहुम इला रब्बिहिम राजिऊन उलाइका युसारिऊन फिल खैराति व हुम लहा साबिकून जज़ाओहुम इंद रब्बिहिम जन्नातु अदनिन तजरी मिन तहतिहल अन्हार खालिदीन फीहा अबदा रज़ियल्लाहु अन्हुम व रज़ू अन्हु ज़ालिका लिमन खशिया रब्बह। इन आयात का तर्जुमा ये है कि यकीनन वो लोग जो अपने रब के रौब से डरने वाले हैं। ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്: തങ്ങളുടെ നാഥനെക്കുറിച്ചുള്ള ഭയം നിമിത്തം വിറക്കുന്നവരും തങ്ങളുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരും തങ്ങളുടെ നാഥനോട് ഒന്നിനെയും പങ്കുചേർക്കാത്തവരും തങ്ങളുടെ നാഥങ്കിലേക്ക് മടങ്ങിച്ചെല്ലുന്നവരാണെന്ന കാരണത്താൽ ഹൃദയം ഭയപ്പെട്ടുകൊണ്ട് തങ്ങൾ ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവരും അക്കൂട്ടർ നന്മകളിൽ ധൃതിപ്പെടുന്നവരും അവർ അതിലേക്ക് അഹമഹമികയ മുൻകടക്കുന്നവരുമാണ്. ഇത് സൂറത്തുൽ മുഅ്മിനീന്റെ ആയത്തുകളാണ്. അടുത്ത ആയത്തുകൾ സൂറത്തുൽ ബയ്യിനയുടേതാണ്. അതിന്റെ തർജ്ജമ ഇതാണ്: തങ്ങളുടെ നാഥന്റെ സവിധത്തിൽ അവർക്കുള്ള പ്രതിഫലം എന്നെന്നും നിലനിൽക്കുന്ന ഉദ്യാനങ്ങളാകുന്നു. അവയുടെ താഴോരത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവരതിൽ എന്നെന്നും വസിക്കുന്നവരായിരിക്കും. അള്ളാഹു അവരെക്കുറിച്ച് സംതൃപ്തനായി, അവർ അവനെക്കുറിച്ചും സംതൃപ്തരായി. തന്റെ നാഥനെ ഭയപ്പെടുന്നവർക്കുള്ളതാണിത്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നത് റമളാനിൽ നിന്നും പൂർണ്ണമായ പ്രയോജനം എടുക്കുന്നതിനായി നമ്മുടെ വാക്കും പ്രവൃത്തിയും നന്നേക്കേണ്ടിയിരിക്കുന്നു എന്നാണ്.
അപ്പോഴാണ് ഈ നോമ്പ് അള്ളാഹുവിന്റെ സവിധത്തിൽ അവന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് ഉതകുകയുള്ളൂ. അള്ളാഹുവിന്റെ ഭയം മനസ്സിൽ വെച്ചുകൊണ്ട് എടുക്കുന്ന നോമ്പുകളാണ് റമദാന്റെ അനുഗ്രഹത്തിൽ നിന്നും ഫലമെടുക്കാൻ കാരണമായിത്തീരുന്നത്. റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ദൈവഭയവും അതുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ഓരോ നന്മയും തന്നെ ശരിയായ നന്മയായി തീരുന്നത് ദൈവഭയം മനസ്സിലുണ്ടാകുമ്പോഴാണ്. मैंने कुछ कहा था कि कुछ बाकी सा रह गया, वो खशियत की वजाहत में करना चाहता था, लेकिन बहरहाल अब उस मजमून में थोड़ा सा मजीद इजाफा हो गया, तो उसको ദൈവഭയത്തെക്കുറിച്ച് വിശദീകരിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിനെ മറ്റു വിഷയത്തോടൊപ്പം വിവരിക്കുന്നതാണ്. ഇന്ന് ഞാൻ അതാണ് വിവരിക്കുന്നത്. तो नेकियां बजा लाने का ഖശ്യത്ത്, ഭയം എന്ന വാക്ക് നാം പൊതുവിൽ ഉപയോഗിക്കാറുണ്ട്. इस लफ्ज के लोग ഇതിന്റെ ആത്മാവ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നന്മ ചെയ്യുന്ന ആത്മാവ് വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ വാക്കർത്ഥവും ഞാൻ വിവരിക്കുന്നതാണ്. अल्लाह का खौफ ഖശ്യത്ത് എന്നതിന്റെ പൊതുവിലുള്ള അർത്ഥം ഭയം എന്നാണ്. नेकियों की तरफ ഈ അർത്ഥവും ശരി തന്നെയാണ്. അള്ളാഹുവിന്റെ ഭയം ആരിലാണോ ഉള്ളത് कि खुदा ताला का അവരെ ഈ ഭയം നന്മയിലേക്ക് നയിക്കുന്നതാണ്. और डर की तरह नहीं എന്നാൽ അള്ളാഹുവിനോടുള്ള ഭയം എന്നത് സാധാരണയുള്ള ഭയം പോലെയല്ലെന്ന് മനസ്സിലാക്കേണ്ടതാണ്. कि खशियत में डर का लफ्ज खौफ की निस्बत ज्यादा അതുകൊണ്ട് നിഘണ്ടുകർത്താക്കൾ അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരു നിഘണ്ടുവിൽ പറയുന്നത് ഖശ്യത്ത് എന്നതിൽ ഭയമാണ് ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത്. डरा जाए ഖശ്യത്ത്, ഭയം ഇവ തമ്മിലുള്ള വ്യത്യാസം, ഖശ്യത്ത് എന്നതിൽ ഏതൊരു അസ്തിത്വത്തെയാണോ ഭയപ്പെടുന്നത് ആ അസ്തിത്വത്തിന്റെ മഹത്വം കാരണമായാണ് ഭയക്കുന്നത്. इसके बारे में സാധാരണ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ഭയപ്പെടുന്ന വ്യക്തിയുടെ ബലഹീനതയാണ് പ്രകടമാകുന്നത്. अपने लोगों को मफरूज़ ഇത് സംബന്ധമായി ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു നിഘണ്ടുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ये चीज ഇമാം റാഗിബ് മുഫ്രദാത്തുൽ ഖുർആൻ എന്ന തന്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നു, ഖശ്യ എന്ന് പറയുന്നത് ഏതെങ്കിലും അസ്തിത്വത്തിന്റെ മഹത്വം കാരണം ഹൃദയത്തിൽ വരുന്ന ഭയത്തിനാണ്. ഏതൊന്നിനെയാണോ മനുഷ്യൻ ഭയപ്പെടുന്നത് അതിനെക്കുറിച്ചുള്ള അറിവ് മനുഷ്യന് ഉണ്ടാകുമ്പോഴാണ് ഈ ഭയം ഉണ്ടായിത്തീരുന്നത്. बंदों में से അതുകൊണ്ടാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ, साहिब इल्म है। അള്ളാഹുവിന്റെ ദാസരിൽ वो लिखते हैं कि इस आयत में അവനെ खुदाई के साथ ഭയപ്പെടുന്നവർ खास किया गया है ജ്ഞാനികളാണ് എന്ന് ആയത്തിൽ പറയാൻ കാരണമായിട്ടുള്ളത്. कि कुरानी आया ഈ ആയത്തിൽ ദൈവഭയത്തോട് ഉലമാഇനെ, പണ്ഡിതരെ പ്രത്യേകപ്പെടുത്തിയിരിക്കുകയാണ്. तो इसमें ഇമാം റാഗിബ് വാക്കുകളുടെ അർത്ഥങ്ങൾ വിശുദ്ധ ഖുർആനിലെ വിവിധ ആയത്തുകൾ മുഖേന നൽകാറാണുള്ളത്. के बारे में कुरान करीम में आता है അതിനാൽ ഇവിടെയും അദ്ദേഹം ഒരായത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ മഹത്വത്തെയോർത്ത് ഭയപ്പെടുന്നവരെ കുറിച്ച് പറയുന്നു, ये गैब का डरना മൻ ഖശിയർ റഹ്മാൻ ബിൽ ഗൈബി, അവർ ഗൈബിലും അള്ളാഹുവിനെ ഭയപ്പെടുന്നു. जो मार्फत इलाही ഗൈബിലുള്ള ഭയം ഉണ്ടാകുന്നത് ദൈവിക ജ്ഞാനം ഉണ്ടാകുമ്പോഴാണ്. खशियत की ये खशियत कहते हैं उस खौफ को जो किसी की अजमत की वजह से पैदा हो और सिर्फ किसी ഖശ്യത്ത് എന്നതിന്റെ വിശദീകരണമാണിത്. ആരുടെയെങ്കിലും की खशियत മഹൽ സ്ഥാനം കാരണം ഉണ്ടാകുന്ന ഭയമാണ് ഖശ്യത്ത്. തന്റെ ബലഹീനത കാരണം മാത്രമുള്ള ഭയമല്ല ഇത്. कमजोर बंदे की അള്ളാഹുവിനോടുള്ള ഭയം എന്നത് അള്ളാഹുവിന്റെ മാത്രം ये यकीन रखना कि अल्लाह ताला सब तक അതിൽ അടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം ഒരു വിനീതദാസന്റെ കഴിവില്ലായ്മയും അത് ഉൾക്കൊള്ളുന്നു. उसकी पैदा എന്താണ് അള്ളാഹുവിന്റെ മഹത്വം? और उसके അള്ളാഹു സർവശക്തിയുടെയും അധിപനാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുക. അവൻ സർവ്വതും വലയം ചെയ്തിരിക്കുന്നു. എല്ലാം അവന്റെ സൃഷ്ടികളാണ്. ईमान हो
അവൻ മുഖേനയാണ് എല്ലാം നിലനിൽക്കുന്നത്. ഉടമസ്ഥത അവനുള്ളതാണ്. അവന്റെ ഇംഗിതപ്രകാരം എന്തും ലഭിക്കുന്നു. ഇങ്ങനെയുള്ള സർവശക്തിമാനും നിയന്താവുമായ ദൈവത്തിൽ വിശ്വാസമുണ്ടാവുകയും അവനോടുള്ള ഭയം മനസ്സിൽ ഉണ്ടാകുകയും ചെയ്താലാണ് അവന്റെ ശക്തിപ്രഭാവങ്ങളിൽ നിന്നും മനുഷ്യന് യഥാർത്ഥ രീതിയിൽ പ്രയോജനമടയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വരുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ യഥാർത്ഥ ഭയം ഉലമാക്കളിൽ മാത്രമാണുള്ളതെന്ന് ഇവിടെ പറയുന്നു. പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന എല്ലാവരും, അതല്ലെങ്കിൽ പണ്ഡിതനാണെന്ന് ധരിക്കുന്ന എല്ലാവരും അള്ളാഹുവിന്റെ ഖശ്യത്ത് ഉള്ളവരാണെന്ന് വരുമോ? പണ്ഡിതന്മാരല്ലാത്തവർ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഖശ്യത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കുകയില്ലേ? പണ്ഡിതനാവുകയാണ് ദൈവത്തിന്റെ ഭയത്തിൽ എത്താനുള്ള മാനദണ്ഡമെങ്കിൽ വാക്കിലും പ്രവൃത്തിയിലും വൈരുദ്ധ്യമുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരെ നാം ഇന്ന് കാണുന്നു. അവർ വിശുദ്ധ ഖുർആനെ പോലും ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അക്കൂട്ടർ ഇക്കാലത്തെ ഇമാമിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എതിർപ്പിൽ അതിനീചമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ അള്ളാഹു ഇവിടെ പറഞ്ഞ ഉലമ എന്നതിന്റെ യാഥാർത്ഥ്യ എന്താണെന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉലമാക്കളാണ് എന്ന് പറഞ്ഞതിലുള്ള ഉലമ മറ്റൊരു വിഭാഗമാണെന്ന് മനസ്സിലാകുന്നു. മതവിദ്യാലയങ്ങളിൽ പഠിച്ചിറങ്ങുന്നവരാണ് ആലിമീങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പൊതുവിൽ ജനങ്ങൾ മനസ്സിലാക്കുന്ന ആലിമീങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതുമല്ലെങ്കിൽ ഭൗതിക അറിവ് കരസ്ഥമാക്കിയവരാണെങ്കിൽ, കാരണം മതപരമായ അറിവ് കരസ്ഥമാക്കാത്ത ഭൗതിക അറിവ് കരസ്ഥമാക്കിയ പണ്ഡിതന്മാരുമുണ്ടാകും. അവർ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരം കരസ്ഥമാക്കിയവരുമായിരിക്കും. ഉന്നത ശ്രേണിയിലുള്ള ശാസ്ത്രജ്ഞന്മാരുമുണ്ട്. ഭൗതിക അറിവിന്റെ കാര്യത്തിൽ അവരെ കിടപിടിക്കാൻ മറ്റാരും ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ളവരാണ് ഇവിടെ ഉദ്ദേശമെങ്കിൽ അതെല്ലാം തെറ്റായിരിക്കും. കാരണം ഭൗതികമായ അറിവ് കരസ്ഥമാക്കുന്നവരെ ഇവിടെ പറഞ്ഞ ഉലമ എന്നതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള പണ്ഡിതന്മാരിൽ ദൈവത്തിന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്നവരുമുണ്ട്. അവരിൽ എങ്ങനെയാണ് ദൈവഭയമുണ്ടാകുക? ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞ ആലിം, പണ്ഡിതൻ ആരാണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നാമധാരികളായ ദേഹേച്ഛക്ക് വശംവദരായ ദീനീ പണ്ഡിതരോ ഭൗതിക പണ്ഡിതരോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ഇസ്ലാം സമ്പൂർണ്ണ മതമാണ്. മതത്തിന്റെ വിജ്ഞാനം ഞങ്ങൾ കരസ്ഥമാക്കിയെന്ന് ഈ ദീനീ പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇസ്ലാമിന്റെ സന്ദേശം അവരിൽ ചിലർ എത്തിക്കാറുമുണ്ട്. ഇസ്ലാം വ്യാപിക്കുക എന്നതും അള്ളാഹുവിന്റെ വിധിയിൽപ്പെട്ട ഒന്നാണ്. എന്നാൽ ഭൗതിക താൽപര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ദീനീ പണ്ഡിതന്മാർ മുഖേനയല്ല ഇത് നടക്കുക. അവർ ഭൗതിക താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നവരാണ്. ദൈവഭയം അഥവാ ഖശ്യത്ത് എന്നൊരു വസ്തുവും അവരിലില്ല. അമേരിക്ക സന്ദർശന വേളയിൽ TV പ്രവർത്തകർ എന്നോട് ചോദിച്ച കാര്യം മുമ്പും ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ ഇസ്ലാം വ്യാപിക്കുവാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്, ഇസ്ലാം അമേരിക്കയിൽ മാത്രമല്ല ലോകം മുഴുവനും വ്യാപിക്കും. എന്നാൽ ഈ നാമധാരികളായ ഇസ്ലാമിന്റെ കുത്തകാവകാശികൾ മുഖേനയോ പണ്ഡിതർ മുഖേനയോ അല്ല അത് വ്യാപിക്കുക. അഹ്മദിയ ജമാഅത്ത് മുഖേനയാണ് അത് വ്യാപിക്കുക. ഹൃദയങ്ങളെ വിജയിച്ചടക്കിക്കൊണ്ട് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ടാണ് അത് വ്യാപിക്കുക. തീവ്രവാദം മുഖേനയോ മതഭീകരത മുഖേനയോ അല്ല. ഇങ്ങനെയുള്ള ഉലമാക്കൾ ഭീകരതയുടെ അധ്യാപനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്.
കാരണം ഇത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിന് വിരുദ്ധമാണ്. യഥാർത്ഥ ഇസ്ലാം इस जमाने के ഇന്നുള്ളത് അഹമ്മദിയ ജമാഅത്തിന്റെ പക്കൽ മാത്രമാണ്. അത് ഈ കാലഘട്ടത്തിലെ ഇമാമും വാഗ്ദത്ത മഹദി മസീഹും ഞങ്ങൾക്ക് വ്യക്തമാക്കി തരികയുണ്ടായി, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. कुरान അദ്ദേഹം का हकीकी फहमो इदराक हमें हासिल करवाया। വിശുദ്ധ ഖുർആന്റെ ശരിയായ അറിവ് ये हकीकत खोलकर ഞങ്ങൾക്ക് നൽകി. അള്ളാഹുവിന്റെ ഖശിയത്ത് എന്നാൽ എന്താണെന്ന് വിശദീകരിച്ചു തന്നു. उजारादारी नहीं, അള്ളാഹുവിന്റെ ഖശിയത്ത് ആരുടെയും അധികാര പരിധിയിലല്ല എന്ന് വ്യക്തമാക്കി തന്നു. हालांकि खशियत ഇവിടെ ഉലമ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പേരല്ല. हजरत അള്ളാഹുവിന്റെ ഖശിയത്ത് പരിമിതവുമല്ല. दुनिया के തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള ഓരോ മനുഷ്യനെയും अल्लाह ताला से मिलाने के लिए तशरीफ लाए थे। इंसानों को അള്ളാഹുമായി ബന്ധപ്പെടുത്താനാണ് വന്നിരുന്നത്. മനുഷ്യനെ ദൈവിക മനുഷ്യരാക്കാനാണ് വന്നിരിക്കുന്നത്. जब तक के उसमें खुदा ताला അള്ളാഹുവിനോടുള്ള ഖശിയത്ത് ഇല്ലാതെ മനുഷ്യന് ദൈവിക മനുഷ്യനായി തീരാനും സാധ്യമല്ല. वली बन गए। വലിയ വലിയ കൊള്ളക്കാരും കള്ളന്മാരും ഇസ്ലാമിൽ പ്രവേശിച്ച് मैं अल्लाह ताला ഒലിമാരായി മാറിയിട്ടുണ്ട്. ഇതാവാനുള്ള കാരണം അവരിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുകയുണ്ടായി എന്നതാണ്. के इरशादात में बहुत जगह पर ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം जान फरमाते തന്റെ വചനങ്ങളിൽ जिक्र आता है। വിവിധ സ്ഥലങ്ങളിൽ തദിക്റത്തുൽ ഔലിയായിലുള്ള സംഭവങ്ങൾ വിവരിക്കാറുണ്ട്. हज़रतुल औलिया की लेता हूँ। फुज़ैल बिन തദിക്റത്തുൽ ഔലിയായിലുള്ള ഒരു സംഭവം ഞാനിപ്പോൾ കേൾപ്പിക്കുകയാണ്. ഫുസൈൽ ബിനുൽ അയാസിനെ കുറിച്ച് തദിക്റത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ രാത്രി ഒരു യാത്രാസംഘം വന്നു അവിടെ താമസിച്ചു. അതിൽ ഒരാൾ ഈ ആയത്ത് ഓതുകയുണ്ടായി. അലം യഅനി ലില്ലസീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിസിക്രില്ലാഹ്. വിശ്വാസികൾക്ക് ഇതുവരെ സമയമായിട്ടില്ലേ അവരുടെ ഹൃദയം ദൈവസ്മരണയാൽ ഭയചകിതമാകുന്നതിന്. ഈ ആയത്ത് കേട്ടപ്പോൾ ഫുസൈലിന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയുണ്ടായി. ആരോ അമ്പെയ്തതുപോലെ അത് ഹൃദയത്തിൽ തറച്ചു. അദ്ദേഹം ദുഃഖത്തോടെ പറഞ്ഞു, ഈ കൊള്ള എത്ര വരെ നീണ്ടു നിൽക്കും? അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയാണം ചെയ്യാനുള്ള സമയമിതാ ഇങ്ങെത്തിയിരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങി. അതിനുശേഷം ആരാധനയിൽ മുഴുകി. പിന്നീട് ഒരു യാത്രാസംഘം തമ്പടിച്ചിരുന്ന ഒരു മരുഭൂമിയിൽ അദ്ദേഹം എത്തിപ്പെട്ടു. ആ യാത്രാസംഘത്തിലെ ആരോ പറയുന്നുണ്ടായിരുന്നു, ഈ വഴിയിൽ ഫുസൈൽ കൊള്ള നടത്താറുണ്ട്, അതുകൊണ്ട് നമുക്ക് വഴിമാറിപ്പോകാം. ഇത് കേട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം ഞാൻ കൊള്ള ചെയ്യുന്നതിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിൽ നിന്നും പ്രയാസം ഏൽക്കേണ്ടി വന്ന എല്ലാവരോടും മാപ്പിനപേക്ഷിച്ചു. അങ്ങനെ കൊള്ളക്കാരനായ ആ വ്യക്തിയെക്കുറിച്ച് പിന്നീട് ജനങ്ങൾ റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് പറയപ്പെടുന്ന അവസ്ഥ വരെ എത്തി. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഭയം തിരിച്ചറിയുമ്പോഴുള്ള അവസ്ഥയാണിത്. जिसको लोग पसंद न करते हैं। ആ കാലത്തെ ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയെ, ജനങ്ങൾ വെറുക്കുന്ന ഒരു വ്യക്തിയെ ഞൊടിയിടയിൽ ഉലമാക്കളുടെ ശൃംഖലയിൽ എത്തിക്കുന്നു. जबकि बड़े बड़े नाम निहाद और जुब्बापोश रहमत कब्र में എന്നാൽ ഇതിനു വിരുദ്ധമായി बावजूद इसके വലിയ വലിയ ഉലമാക്കളായി കരുതപ്പെടുന്നവർ में खशियत नहीं होती। ഭൗതികതയിൽ മുഴുകിയതായി കാണുന്നു. ജനങ്ങൾ അവരെ നല്ലവരായി കരുതുന്നു. എന്നാൽ അവരിൽ ദൈവഭയം ഉണ്ടായിരിക്കില്ല. മനുഷ്യരോട് അഹങ്കാരം കാണിക്കുന്നവരുടെ ഹൃദയത്തിൽ ഒരിക്കലും ദൈവത്തോടുള്ള ഖശ്യത്ത്, ഭയം ഉണ്ടാവുകയില്ല. उलमा की ഇവിടെ ഉലമാക്കൾ ഭയക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊന്നാണ്. ഉലമാ और खशियत എന്ന് പറഞ്ഞതുകൊണ്ടും इसकी हकीकी तारीफ ദൈവഭയം എന്ന് പറഞ്ഞതുകൊണ്ടും हम खुश അർത്ഥമാക്കുന്നത് മറ്റൊന്നാണ്. कि हमें ഹദരത്ത് इस्लाम के मानने की वजह से इस हकीकी तारीफ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചത് കാരണം ഇതിന്റെ ശരിയായ വിവക്ഷ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നത് നമ്മുടെ സൗഭാഗ്യമാണ്. पहले मेरा ആ മഹാത്മാവ് നൽകിയ വിശദീകരണം
അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഞാൻ കേൾപ്പിക്കുകയാണ്. ആദ്യം ഞാൻ കരുതിയത് 1-2 ഉദ്ധരണികൾ കേൾപ്പിച്ചാൽ മതിയെന്നാണ്. എന്നാൽ ഈ എല്ലാ ഉദ്ധരണികളും കേൾപ്പിക്കേണ്ടത് നിർബന്ധമായി ഞാൻ മനസ്സിലാക്കുന്നു. സയ്യിദന ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവിന്റെ മഹത്വത്തെയും ശക്തിപ്രഭാവത്തെയും ഉപകാരത്തെയും സൗന്ദര്യത്തെയും ഭംഗിയെയും കുറിച്ച് അറിവുള്ളവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുക. ദൈവഭയവും ഇസ്ലാമും അവയുടെ ആശയത്തിൽ രണ്ടും ഒരു വസ്തു തന്നെയാണ്. കാരണം ദൈവഭയത്തിന്റെ യഥാർത്ഥമായ പൊരുൾ ഇസ്ലാമിന്റെ പൊരുളിന് നിർബന്ധമാണ്. ചുരുക്കത്തിൽ ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാമിനെ കരസ്ഥമാക്കാനുള്ള യഥാർത്ഥ മാർഗം എന്നത് അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചും അവന്റെ ഗുണങ്ങളെക്കുറിച്ചുമുള്ള യഥാർത്ഥ അറിവ് കരസ്ഥമാക്കലാണ്. जिसको वो हो जाए अल्लाह ताला की सिफात का और ज़ात का इल्म हो जाए, वही आलिम बन जाता है. बस एक हकीकी അള്ളാഹുവിന്റെ സാത്തിനെക്കുറിച്ചും സിഫത്തിനെക്കുറിച്ചുമുള്ള അറിവ് കരസ്ഥമാക്കിയവന് ആലിമായി തീരുന്നതാണ്. और ये बगैर ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരാൻ അള്ളാഹുവിന്റെ മഹത്വവും അവന്റെ സിഫത്തുകളെക്കുറിച്ചുള്ള അറിവും കരസ്ഥമാക്കേണ്ടത് നിർബന്ധമാണ്. ഖശ്യത്ത് ഇല്ലാതെ ഇത് ലഭിക്കുകയില്ല. अपनी ഏതെങ്കിലും പ്രത്യേക ഗണത്തിൽ हर मोमिन के लिए പെട്ടവർക്ക് മാത്രമേ ഇത് ലഭിക്കൂ എന്നില്ല. रसूल की कोशिश जरूरी है. ഓരോ വിശ്വാസിയും അവനവന്റെ കഴിവനുസരിച്ച് ഇത് കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ताल्लुक में तरक्की होती है. बस അപ്പോഴാണ് വിശ്വാസത്തിൽ വർധനവുണ്ടാകുന്നത്. इस्लाम ने അപ്പോഴാണ് അള്ളാഹുമായുള്ള ബന്ധത്തിൽ വർധനവുണ്ടാകുന്നത്. एक चीज करार देकर एक ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ദൈവഭയത്തെയും ഇസ്ലാമിനെയും ഒരേ വസ്തുവായി വിവരിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസിയെ ആലിമിന്റെ ശൃംഖലയിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ സിഫത്തുകളെക്കുറിച്ചുള്ള അറിവ് കരസ്ഥമാക്കാനും അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ഈ സിഫത്തുകൾ തങ്ങളിൽ പ്രകടമാക്കാനും നമ്മോട് പറയുകയും ചെയ്തിരിക്കുന്നു. ഈ അവസ്ഥ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അനുഗ്രഹത്തിന്റെ കൂടുതൽ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യേകത എന്നത് അവന് അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം കരസ്ഥമാകുമ്പോഴാണ് അവന് ഹിദായത്ത് ലഭിക്കുന്നത് എന്നതാണ്. शैतानी सरिश रखते हैं. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് അള്ളാഹു പറയുന്നു. फितरत में ही എന്നാൽ പൈശാചിക പ്രകൃതമുള്ളവർ ഈ നിയമത്തിനു കീഴിൽ വരുന്നതല്ല. पाने का दावा करके हदायत के ജ്ഞാനം കരസ്ഥമാക്കിയെന്ന് വാദിക്കുന്നവർ जितना मर्जी उसको बज़ाहिर ज़ाहिरी इल्म हो, ഹിദായത്തിന്റെ മാർഗത്തിൽ ചരിക്കുന്നില്ലെങ്കിൽ അവർ ആലിമല്ല. അവർ എത്ര തന്നെ ആലിമാണെന്ന് ബാഹ്യമായി പറഞ്ഞാലും ശരി. तो कुरान करीम तो गलत नहीं है. बहरहाल വിശുദ്ധ ഖുർആൻ ആ വ്യക്തി പഠിച്ചിട്ടുണ്ടെന്ന് ആളുകൾ പറഞ്ഞാലും ശരി, उसने उस रूह को हासिल करने की कोई कोशिश. വിശുദ്ധ ഖുർആൻ ഒരിക്കലും തെറ്റില്ല. कुरान ഇത് പഠിച്ചു എന്ന് വാദിക്കുന്നവന്റെ വാദമാണ് തെറ്റ്. അവൻ അതിന്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ ശ്രമിച്ചില്ല. लेकिन मुतकब्बर और खशी ദൈവഭയമുള്ള ഹൃദയത്തിന് और जालिमों को വിശുദ്ധ ഖുർആൻ വിജ്ഞാനവും അറിവും തീർച്ചയായും നൽകുന്നതാണ്. कुछ नहीं देता. എന്നാൽ അഹങ്കാരിക്കും फिर हज़रत मसीह ദൈവഭയമില്ലാത്ത ഹൃദയത്തിനും അക്രമികൾക്കും നഷ്ടമല്ലാതെ വിശുദ്ധ ഖുർആൻ ഒന്നും നൽകുന്നതല്ല. की इल्म वो है जो ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ये इल्म അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തർക്കശാസ്ത്രമോ തത്വജ്ഞാനമോ അല്ല. യഥാർത്ഥ അറിവ് എന്നത് അള്ളാഹു തന്റെ കൃപാകടാക്ഷം കൊണ്ട് നൽകുന്നതാണ്. ഈ അറിവ് അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള കാരണമായിത്തീരുന്നു. ദൈവഭയമുണ്ടാകുന്നു. വിശുദ്ധ ഖുർആനിലും അള്ളാഹു പറയുന്നു, तो याद रखो कि वो इल्म ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവ് മുഖേന അള്ളാഹുവിന്റെ ഖശ്യത്തിൽ വർധനവുണ്ടാകുന്നില്ലെങ്കിൽ ഓർക്കുക, ആ അറിവ് ദൈവജ്ഞാന വർദ്ധവിന് കാരണമാവുന്നതല്ല. जुबानें എതിരാളുടെ നാവിൽ നിന്നും കളവല്ലാത്ത മറ്റൊന്നും വരുന്നില്ലയോ? ആരുടെ മനസ്സിൽ ഭൗതികത മാത്രം നിറഞ്ഞു നിൽക്കുന്നുവോ? जो खुतबात के दौरान അശ്ലീലമല്ലാതെ മറ്റൊന്നും നാവിൽ നിന്നും പുറപ്പെടുന്നില്ലയോ? അവർ ദൈവഭയമുള്ളവരല്ല. मुगलजात के അവർ ദൈവഭയമുള്ള ഉലമാക്കളാണെന്ന് പറയാൻ പറ്റുമോ? പാകിസ്ഥാനിലും ഇവിടെയുമെല്ലാം പള്ളികളിൽ നിന്ന് പണ്ഡിതന്മാര് അഹമ്മദിയത്തിനെതിരിൽ
ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ ഞെറികെട്ട വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. याद रखो लफ्ज़िश हमेशा नादान को आती है, शैतान को അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ ഒരിക്കലും തന്നെ ദൈവഭയം ഉള്ളവരല്ല. पानी से आई। ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഓർക്കുക, ഇടർച്ച എപ്പോഴും വിഡ്ഢികൾക്കാണ് സംഭവിക്കുന്നത്. ശൈത്താന് ഇടർച്ച സംഭവിച്ചത് അറിവുകൊണ്ടല്ല, മറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ്. അറിവിൽ അവന് ശ്രേഷ്ഠത കൈവന്നിരുന്നുവെങ്കിൽ ഒരിക്കലും ഇടർച്ച സംഭവിക്കുമായിരുന്നില്ല. വിശുദ്ധ ഖുർആനിൽ വിജ്ഞാനത്തെ അപമാനിക്കുന്നില്ല, മറിച്ച് പറയുന്നത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നാണ്. മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് ചൊല്ല് പ്രസിദ്ധമാണല്ലോ. ചുരുക്കത്തിൽ എന്റെ എതിരാളികളെ അറിവല്ല നശിപ്പിച്ചത്, അറിവുകേടാണ് അവരെ നശിപ്പിച്ചത്. ആ മഹാത്മാവ് പറയുന്നു, पानी से मुराद वो शख्स होता है ആലിമെ റബ്ബാനി, ദൈവജ്ഞാനമുള്ളവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബി വ്യാകരണമോ തർക്കശാസ്ത്രത്തിലോ में इस നിപുണനായ വ്യക്തിക്കല്ല. അള്ളാഹുവിനെ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവനും അവന്റെ നാവ് അനാവശ്യമായി ചലിച്ചുകൊണ്ടിരിക്കാത്തവനുമാണ് ആലിമെ റബ്ബാനി. എന്നാൽ ഈ കാലഘട്ടത്തിൽ മൃതദേഹത്തെ കുളിപ്പിക്കുന്നവർ വരെ പറയുന്നത് ഞങ്ങൾ ആലിമീങ്ങളാണെന്നാണ്. ചില സ്ഥലത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ പ്രത്യേകം ആളുകൾ ഉണ്ടാകും, അവരും തങ്ങളെ ഉലമാക്കളാണെന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. फरमाते हैं और इस लफ्ज को जात में दाखिल कर लिया है। इस तरह पर इस लफ्ज की बड़ी तहकीर हुई है। അവിടെ എല്ലാവരും തന്നെ മയ്യത്ത് കുളിപ്പിക്കാറില്ല, പ്രത്യേകം ആൾക്കാരെ തിരയാറുണ്ട്. പറയുന്നു, അങ്ങനെ ഈ ഉലമ എന്ന വാക്കിനെ തങ്ങളുടെ വ്യക്തിത്വത്തിലും അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ രീതിയിൽ ഈ വാക്ക് വളരെയധികം നിന്ദിക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനും ലക്ഷ്യത്തിനും എതിരിൽ ഇതിന്റെ അർത്ഥം നൽകിയിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഉലമാക്കളുടെ ഗുണമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അള്ളാഹുവിന്റെ ഉലമാക്കളായ ദാസരാണെന്നാണ്. അള്ളാഹുവിനോടുള്ള ഭയം, പേടി, തഖ്വ എന്നീ ഗുണങ്ങൾ ആരിലാണോ ഇല്ലാത്തത് അവർ ഒരിക്കലും തന്നെ ഈ പേരിൽ വിളിക്കപ്പെടാൻ അർഹതയില്ലാത്തവരാണ്. सच्चा इल्म ഉലമാ എന്നത് ആലിം എന്നതിന്റെ ബഹുവചനമാണ്. ഇൽമ് അറിവ് എന്നത് വ്യക്തവും ഖണ്ഡിതവുമായതിനാണ് പറയുക. യഥാർത്ഥ അറിവ് വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ലഭിക്കുക. യുനാനികളുടെ തത്വശാസ്ത്രത്തിൽ നിന്നോ ആധുനിക പാശ്ചാത്യ തത്വശാസ്ത്രങ്ങളിൽ നിന്നോ ഇത് ലഭിക്കുന്നതല്ല. ഇത് ശരിയായ വിശ്വാസത്തിന്റെ തത്വജ്ഞാനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. का कमाल और मारा ഉലമാക്കളുടെ ആ സ്ഥാനത്ത് എത്തുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ശ്രേഷ്ഠ ഗുണവും മിഅ്റാജും. ഇവിടെ വിശ്വാസി എന്നാണ് പറഞ്ഞത്, അതല്ലാതെ പ്രത്യേക ഗണത്തെയല്ല. അവർക്ക് ദൃഢജ്ഞാനത്തിന്റെ പദവി കരസ്ഥമാകണം. അത് അറിവിന്റെ അവസാന പദവിയാണ്. फरमाया वो उलमा के दर्जे पर पहुंचे। ഓരോ വിശ്വാസിയും വിശ്വാസത്തിൽ വർധനവുണ്ടാക്കുമ്പോഴാണ് മൂമിനായിത്തീരുന്നത്. इनका मुकाम उसे हासिल हो जो इल्म का इंतहाई दर्जा അവൻ പണ്ഡിതനാണെന്ന ഡിഗ്രി പാസ്സാക്കണമെന്നില്ല. പറയുന്നു, എന്നാൽ യഥാർത്ഥ അറിവിനെക്കുറിച്ച് അറിയാത്തവർ, ജ്ഞാനത്തിന്റെയും ഉൾക്കാഴ്ചയുടെയും വഴികൾ തുറക്കപ്പെട്ടിട്ടില്ലാത്തവർ, खूबियों और सिफात से बिल्कुल बेबहरा हैं और वो അവർ സ്വയം ആലിമാണ് എന്ന് പറഞ്ഞാലും അവർ അറിവിന്റെ ശ്രേഷ്ഠതകളിൽ നിന്നും ഗുണങ്ങളിൽ നിന്നുമെല്ലാം പൂർണ്ണമായും അജ്ഞരായിരിക്കും. യഥാർത്ഥ അറിവ് അഥവാ ജ്ഞാനം കൊണ്ട് ലഭിക്കുന്ന പ്രകാശം അവരിൽ ദൃശ്യമാകില്ല. അങ്ങനെയുള്ളവർ പൂർണ്ണമായി നഷ്ടത്തിലായിരിക്കും. തങ്ങളുടെ ആഖിറത്ത് അവർ പുകയും കൂരിരുട്ടും കൊണ്ട് നിറക്കുന്നു. ആർക്കാണോ ശരിയായ ജ്ഞാനവും ഉൾക്കാഴ്ചയും നൽകപ്പെടുന്നത്, അള്ളാഹുവിന്റെ ഭയം സ്വായത്തമാകുന്ന അറിവ് നൽകപ്പെടുന്നത്, അവരെക്കുറിച്ചാണ് ഹദീസിൽ ബനി ഇസ്രായേലിലെ പ്രവാചകന്മാരോട് ഉപമിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ആലിമ്യങ്ങൾ. എന്നാൽ തങ്ങൾ ആലിമാണെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ ആലിം അല്ലാത്തവരെക്കുറിച്ച് मिन इंदहिम तखरुजुल फितनता वफीहिम ഹദീസിൽ വന്നിരിക്കുന്നത് ഉലമാഅഹും ശർറു മൻ തഹത അദീമിസ് സമാം മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദ് എന്നാണ്. नीचे बसने वाली അവരുടെ ഉലമാക്കൾ, ഈ കാലത്തുള്ള ഉലമാക്കൾ ആകാശത്തിന് കീഴിൽ ജീവിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ജീവികളിൽപ്പെട്ടവരായിരിക്കും. आप ये देख लें कि जितने झगड़े फसाद കാരണം അവരിൽ നിന്ന് ഫിത്നകൾ പുറപ്പെടും, അവരിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നതാണ്. इससे भी वादे ഇക്കാലത്ത് നിങ്ങൾ നോക്കുക, ഇന്നുണ്ടാകുന്ന കുഴപ്പങ്ങളെല്ലാം रखने वाला नहीं ഈ നാമധാരികളായ ഉലമാക്കളിൽ നിന്നും പുറപ്പെടുന്നു.
ഈ ഹദീസിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, പണ്ഡിതൻ എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവഭയം ഉണ്ടായിരിക്കണമെന്നില്ല. हम देख रहे हैं कि फितना और फसाद ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ के नाम नेहाद उलमा की अक्सरियत जो है वो बन रही है। फिर हज़रत मसीह मौद अलैहिस्सलाम കുഴപ്പങ്ങൾക്കും കലാപങ്ങൾക്കും കാരണം ഈ നാമധാരികളായ പണ്ഡിതന്മാരായി തീർന്നിരിക്കുകയാണ്. ऐसा कि खुद ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, अल्लाह मिन इबादिहिल उलमा, यानी തഖ്വയും ദൈവഭയവും മൂലം അറിവ് ജ്ഞാനമുണ്ടാകുന്നു. അള്ളാഹു പറയുന്നു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ആലിമായിരിക്കും. ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാകുന്നത് യഥാർത്ഥ അറിവ് ദൈവഭയം ഉണ്ടാക്കുന്നു എന്നാണ്. आलिम होगा उसमें जरूर खशियत അറിവിനെ തഖ്വയുമായാണ് അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുന്നത്. फरमाया। പൂർണ്ണമായ രീതിയിൽ അറിവ് കരസ്ഥമാക്കിയ വ്യക്തിയിൽ തീർച്ചയായും ദൈവഭയം ഉണ്ടായിരിക്കുന്നതാണ്. അറിവ് എന്നതുകൊണ്ട്, ഇൽമ് എന്നതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഖുർആന്റെ അറിവാണ്, ഇൽമുൽ ഖുർആനാണ് ഉദ്ദേശം. സയൻസോ തത്വജ്ഞാനമോ പാരമ്പര്യ അറിവോ അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അത് കരസ്ഥമാക്കാൻ തഖ്വ വേണമെന്നില്ല. ഒരു തെമ്മാടിയും ദുർനടപ്പുകാരനുമായ വ്യക്തിക്കും ഇങ്ങനെയുള്ള അറിവ് പഠിക്കാൻ സാധിക്കുന്നത് പോലെ മതവിശ്വാസിയായ വ്യക്തിക്കും പഠിക്കാവുന്നതാണ്. എന്നാൽ ഖുർആന്റെ അറിവ് മതവിശ്വാസിയും മുത്തഖിയുമായ വ്യക്തിക്കല്ലാതെ മറ്റാർക്കും നൽകപ്പെടുക തന്നെയില്ല. അതുകൊണ്ട് ഇവിടെ അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആന്റെ അറിവ് തന്നെയാണ്. ഇത് മുഖേന തഖ്വയും ദൈവഭയവും ഉണ്ടാകുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഉലമ എന്ന വാക്ക് കേട്ട് വഞ്ചിതരാകരുത്. അള്ളാഹുവിനെ ഭയക്കുന്നവരാണ് ആലിം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിൽ ഉലമാ, അള്ളാഹുവിനെ ഭയക്കുന്നവരാണ് അള്ളാഹുവിന്റെ ദാസരിൽ ആലിം. और उसी से फैज पाते हैं। അവരിൽ പരിപൂർണമായ ദാസത്വവും ദൈവഭയവും വളരെ കൂടുതൽ ഉണ്ടാകും. തന്മൂലം അവർ അള്ളാഹുവിൽ നിന്നും അറിവും ജ്ഞാനവും പഠിക്കുന്നു, അവനിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കുകയും ചെയ്യുന്നു. ഈ സ്ഥാനവും പദവിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും അനുധാവനം ചെയ്യുന്നതിലൂടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും സ്നേഹിക്കുന്നതിലൂടെയുമാണ് ലഭിക്കുന്നത്. എത്രമാത്രമെന്നാൽ മനുഷ്യൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ഛായയിൽ ആയിത്തീരുന്നു. कि खशियत अल्लाह ചുരുക്കത്തിൽ ആലിം എന്നതിന്റെ യാഥാർത്ഥ്യമാണിത്. जहाँ हकीकी और नाम नेहाद ദൈവത്തെ ഭയക്കുന്നവർ പണ്ഡിതരാണ്, ഉലമാക്കളാണ് എന്നതിന്റെ അർത്ഥവും ഇതുതന്നെ. जो भी इस तरफ फेरी गई है, ഈ ഉദ്ധരണിയിലൂടെ യഥാർത്ഥ പണ്ഡിതരും നാമധാരികളായ പണ്ഡിതരും തമ്മിലുള്ള അന്തരം വ്യക്തമായിരിക്കുകയാണ്. क्योंकि ये जरूरी അതോടൊപ്പം നിങ്ങൾ യഥാർത്ഥ തഖ്വ നിങ്ങൾ യഥാർത്ഥ തഖ്വ ഉണ്ടാക്കുകയും ദൈവഭയം ഉണ്ടാക്കുകയും ചെയ്യണമെന്നും നമ്മോട് പറയുകയും ചെയ്തു. കാരണം ഒരു വിശ്വാസിക്ക് ഇത് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ യഥാർത്ഥ വിശ്വാസിയും മുസ്ലിമുമായി തീരുകയുള്ളൂ. ഈ ഉത്തരവാദിത്വവും നമ്മിൽ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും പ്രത്യേക വിഭാഗവുമായി ബന്ധപ്പെട്ടതല്ല. തഖ്വയുടെ മാർഗത്തിൽ ചരിക്കണമെന്ന് ഓരോ മുഅ്മിനും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ചരിക്കുക എന്നത് ഓരോരുത്തർക്കും നിർബന്ധമാണ്. കാരണം ഇതില്ലാതെ അള്ളാഹുവിന്റെ സ്നേഹം കരഗതമാകുന്നതല്ല. അതുകൊണ്ട് അള്ളാഹു തന്റെ സമീപത്തിന്റെ കവാടം തുറന്നിട്ടിരിക്കുന്ന ഈ റമളാനിൽ തഖ്വയിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ സഹായകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ റമളാനിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ മാസത്തിൽ ഇതിൽ ഖുർആന്റെയും ഹദീസിന്റെയും എല്ലാം ദർസുകൾ നടക്കാറുണ്ട്. നമുക്ക് ഇതിൽ നിന്നെല്ലാം കൂടുതൽ ഫലമെടുക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പഠിച്ചും കേട്ടും पैदा करते हैं। जो आयात मैंने शुरू में तिलावत തഖ്വയിൽ മുന്നേറാൻ പ്രേരിപ്പിക്കുന്ന വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും വഴികൾ നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. पहली 5 അത് ദൈവഭയം നമ്മിൽ ഉണ്ടാക്കുന്നതാണ്. ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്ത ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ വിവരിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ 5 ആയത്തുകൾ സൂറത്തുൽ മുഅ്മിനീനിൽ നിന്നുള്ള ആയത്തുകളാണ്. അതിൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഗുണങ്ങൾ വിവരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത് യഥാർത്ഥ വിശ്വാസി തന്റെ നാഥനെ ഭയന്നുകൊണ്ട് വിറകൊള്ളുന്നതാണ്. के पहले बयान ഈ ഒരു ഭയമാണ് യഥാർത്ഥ വിശ്വാസിയിൽ ഉണ്ടായിത്തീരേണ്ടത്. अल्लाह ताला നേരത്തെ വിവരിച്ചതുപോലെ को मालिक समझकर അള്ളാഹുവിന്റെ മഹത്വത്തെ അംഗീകരിക്കുകയും അള്ളാഹുവിനെ എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനായി മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും അവനെ ഓർത്ത് വിറകൊള്ളുക. अल्लाह ताला के അള്ളാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവരായിരിക്കും അവർ.
അവരായിരിക്കും യഥാർത്ഥ വിശ്വാസികൾ. करीम में बयान हुए हैं। എന്താണ് ആയത്തുകൾ? അത് അള്ളാഹുവിന്റെ സകല കൽപ്പനകളുമാണ്, എല്ലാ അടയാളങ്ങളുമാണ്, बस इन पर വിശുദ്ധ ഖുർആൻ വിവരിച്ച സർവ്വ മുഅ്ജിസത്തുകളുമാണ്. और जब ईमान होगा तो कामिल ईमान വിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകളും തന്നെ ഓരോ ദൃഷ്ടാന്തമാണ്. ഇതിൽ ഒരു യഥാർത്ഥ വിശ്വാസി വിശ്വസിക്കുന്നു. വിശ്വാസം പൂർണ്ണമാകുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. ഈ പ്രവർത്തനം പിന്നീട് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു, ദൈവഭയത്തിൽ പുരോഗതി ഉണ്ടാക്കുന്നു. യഥാർത്ഥ വിശ്വാസി തന്റെ നാഥനോടൊപ്പം ഒന്നിനെയും പങ്കുചേർക്കുകയില്ല. ദൈവഭയമുള്ളവർ, ദൈവവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ ശിർക്ക് ചെയ്യാറില്ല. എന്നാൽ अपने पर ബാഹ്യമായ ശിർക്ക് ഇല്ലെങ്കിലും मुसलमान നിഗൂഢമായ ശിർക്ക് മനുഷ്യരിൽ നിന്നും ഉണ്ടാകുന്നു. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി തന്റെ കാര്യങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴായിരിക്കും യഥാർത്ഥ വിശ്വാസിയായിത്തീരുന്നത്. തന്റെ വാക്കും പ്രവൃത്തിയും എപ്പോഴും സത്യത്തിൽ നിലയുറപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നാലാമത്തെ കാര്യം പറഞ്ഞത്, അവർ മത സേവനവും ചെയ്യുന്നു, इस बात से ധനവും സമയവും ചെലവഴിക്കുകയും कि ये सब कुछ तो किया है, കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. पूरी फरमाता है या नहीं? എല്ലാം ചെയ്തിട്ടും അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയം ഒരു വിശ്വാസിക്കുണ്ടാകുന്നു. അള്ളാഹുവിന്റെ പ്രീതിയിൽ നിന്നും അകറ്റുന്ന സൂക്ഷ്മമായ വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടോ എന്നവൻ ചിന്തിക്കുന്നു. करना या कमजोर തന്റെ നാശത്തിന് കാരണമാകുന്ന നിഗൂഢമായ വല്ല ശിർക്കും വന്നു പോയിട്ടുണ്ടോ എന്നവൻ നോക്കുന്നു. ഏതെങ്കിലും കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയോ അലസത കാണിക്കുകയോ ചെയ്തത് വിശ്വാസത്തിന് കുറവ് വരുത്തിയിട്ടുണ്ടോ എന്നും അവൻ ചിന്തിക്കുന്നു. അള്ളാഹുവിനോടുള്ള ഭയം ബാഹ്യമായ ചേഷ്ടകളിൽ മാത്രം ഒതുങ്ങുന്നുണ്ടോ എന്നും അവൻ ആലോചിക്കും. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, വല്ലസീന യുഅ്തൂന മാ അതൗ വ ഖുലൂബുഹും വജ്ലത്ത് എന്നതിന്റെ അർത്ഥം नहीं, बल्कि इसका मतलब ये മനുഷ്യൻ എന്തു തന്നെ പ്രവർത്തി ചെയ്താലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ടിരിക്കുക എന്നതാണോ ഉദ്ദേശിക്കുന്നത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിന്റെ അർത്ഥം അതല്ല. ഇതിന്റെ അർത്ഥം മനുഷ്യൻ നന്മ ചെയ്യുകയും അതോടൊപ്പം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതാണ്. എപ്പോഴും നാം ഓർത്തിരിക്കേണ്ടത് അള്ളാഹു ആരെയും വകവെക്കാത്തവൻ കൂടിയാണെന്നാണ്. कि जब हम अपने ഏതു നന്മയെ സ്വീകരിക്കണം, ഏതിനെ തിരസ്കരിക്കണം എന്നത് അവന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് എപ്പോഴും ഭയമുണ്ടായിരിക്കേണ്ടതാണ്. നാം അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാകുമ്പോൾ നമ്മോട് പൊറത്തു തരുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു നന്മയിലും ആരും അഹങ്കരിക്കാൻ പാടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദുആകളിൽ ഈ ദുആയും ഉൾപ്പെടുത്തിയിരുന്നു. उम्मे सलमा से पूछा ഹദ്റത്ത് സഅദ് ബിന് ഔഷത്ത് വിവരിക്കുന്നു, ഞാൻ ഹദ്റത്ത് ഉമ്മെ സൽമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, रज़ी ताला अन्हा ने ഉമ്മുൽ മുഅ്മിനീൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ ഏത് ദുആയാണ് കൂടുതൽ ചെല്ലാറുണ്ടായിരുന്നത്? ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ അപ്പോൾ പറഞ്ഞു, सब्बित कल्बी अला दीने का തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, യാ മുഖല്ലിബുൽ ഖുലൂബി സബ്ബിത് ഖൽബി उम्मे सलमा कहती हैं അലാ ദീനിക. वसल्लम से इस दुआ पर ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഉമ്മ സൽമാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സ്ഥിരമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മ സൽമ, ഓരോ മനുഷ്യന്റെയും മനസ്സ്, ഹൃദയം അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അവൻ ഉദ്ദേശിക്കുന്നവരെ അടിയുറപ്പിച്ചു നിർത്തുന്നു, ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവനെ വക്രമാക്കി കളയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഴികാട്ടിയാണ്. അദ്ദേഹത്തിന്റെ മാർഗത്തിലൂടെ ചരിച്ചുകൊണ്ട് യഥാർത്ഥ തഖ്വയും ദൈവഭയവും എന്താണെന്ന് മനസ്സിലാകുന്നു. അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നതും ദൈവപ്രീതി കരസ്ഥമാക്കുന്നതിന് കാരണമായിത്തീരുന്നു. അദ്ദേഹത്തിന്റെ ഭയത്തിന്റെ അവസ്ഥയാണിത്, ദൈവഭയത്തിൽ വിറങ്ങലിക്കുന്ന അവസ്ഥ. അതിനാൽ ഇക്കാര്യത്തിൽ നമുക്ക് എത്രമാത്രം ശ്രദ്ധിക്കാനിരിക്കുന്നു. അള്ളാഹു പറയുന്നു, ഈ ഗുണമുള്ളവനാണ് നന്മയിലും സൽപ്രവർത്തിയിലും മുൻകടക്കുന്നവൻ. तो फिर ही नेकियों और बुराइयों की सबकी तरफ तवज्जो पैदा होगी और कोशिश करता रहेगा इंसान, यानी या ये എപ്പോഴും തന്നെക്കുറിച്ച് ആത്മപരിശോധന നടത്തുമ്പോഴാണ് നന്മയിലേക്കും സൽപ്രവർത്തനത്തിലേക്കും ശ്രദ്ധയുണ്ടാവുക. कोशिश ये करते हैं कि तमाम किस्म की
नेकियों को अपनाएं, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. इस बात पर भी फख्र नहीं। ഇങ്ങനെയുള്ളവരാണ് നന്മയിൽ മുന്നോട്ട് ഗമിക്കുന്നവർ. खुदा ताला की तरफ എല്ലാ നന്മകളും സ്വായത്തമാക്കാൻ അവർ ശ്രമിക്കുന്നു, തഖ്വയിൽ മുന്നേറാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും ഇതിലൊന്നും അഹങ്കരിക്കുന്നില്ല. ഏതവസ്ഥയിലും എപ്പോഴും അവരുടെ ഹൃദയം ദൈവസവിധത്തിൽ കുമ്പിട്ടുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയാണ് ദൈവസാമീപ്യം നൽകി അനുഗ്രഹിക്കുന്നത്. को मांगने के हमें तरीके भी തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ ചെയ്ത ഒരു വലിയ ഉപകാരം എന്നത് ദുആ ചെയ്യേണ്ട രീതിയും നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. ഒരു ദുആ ഹദീസിൽ ഇപ്രകാരം കാണാം. ഇത് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തർക്കുമുള്ള ദുആയാണ്. നാം ഓരോരുത്തരും ഇപ്രകാരം ദുആ ചെയ്യേണ്ടതാണ്. औजुबिका मिन कल्बिन അബ്ദുല്ലാഹ് ബിൻ അമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശാഹു വദുആഇൻ ലാ യസ്മഉ വമിൻ നഫ്സിൻ ലാ തശ്ബിഹു വമിൻ ഇൽമിൻ ലാ യൻഫഉ അഊദു ബിക മിൻ ഹഉലാഇൽ അർബഇ. जो सुनी नहीं जाती, അല്ലാഹുവേ, നിന്നെ ഭയപ്പെടാത്ത ഹൃദയത്തിൽ നിന്നും, जो नफा रसा नहीं है, സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്നും, തൃപ്തമാകാത്ത മനസ്സിൽ നിന്നും, പ്രയോജനപ്രദമല്ലാത്ത അറിവിൽ നിന്നും നിന്നിലേക്ക് ഞാൻ അഭയം തേടുന്നു. ഈ 4 കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നിലേക്ക് അഭയം തേടുന്നു. ഈ ദുആയെ മനസ്സിലാക്കുന്നവരായി അള്ളാഹു നമ്മെ മാറ്റട്ടെ. कि उन बुलंदियों तक ये തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ദുആ കൂടി സമർപ്പിക്കുകയാണ്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവഭയത്തിന്റെ പരിപൂർണ മാതൃക ഉൾക്കൊള്ളുന്നതാണ്. വിനയത്തിന്റെയും ദൈവഭയത്തിന്റെയും ഉന്നത നിലവാരത്തിലെത്തിയ ഒരു ദുആയാണിത്. कि ए अल्लाह तू मेरी बातों को सुनता है, ഹജ്ജത്തുൽ വിദാഇന്റെ അവസരത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാഥന്റെ മുമ്പാകെ ഇപ്രകാരം അർത്ഥന നടത്തുകയുണ്ടായി. അല്ലാഹുവേ, നീ എന്റെ കാര്യങ്ങൾ കേൾക്കുന്നു, എന്റെ അവസ്ഥ നീ കാണുന്നു. എന്റെ പരോക്ഷവും പ്രത്യക്ഷവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നീ ശരിക്കും അറിവുള്ളവനാണ്. എന്റെ ഒന്നും നിന്നിൽ നിന്നും മറഞ്ഞതായിട്ടില്ല. ഞാൻ ആരോരുമില്ലാത്ത ഒരു യാചകനായിക്കൊണ്ട്, ആവശ്യക്കാരനായിക്കൊണ്ട്, अपने गुनाहों का इकरारी हूं, നിന്റെ സഹായത്തെ ആശ്രയിച്ചുകൊണ്ട്, पास आया हूं, പേടിച്ചു വിറച്ചുകൊണ്ട്, से एक आजिज मस्कीन की तरह सवाल करता हूं, എന്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്റെ മുമ്പിൽ ഇതാ ഹാജരായിരിക്കുന്നു. पीने की तरह खौफजदा എളിയവനായ ഒരു മിസ്കീനെ പോലെ നിന്റെ മുമ്പിൽ യാചിക്കുന്നു. मेरे आंसू നിന്ദ്യനായ ഒരു കുറ്റക്കാരനെ പോലെ നിന്റെ സവിധത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. ഭയന്നു വിറങ്ങിലിച്ച ഒരു അന്ധനെ പോലെ നിന്നോട് ചോദിക്കുന്നു. എന്റെ കഴുത്ത് നിന്റെ മുമ്പിൽ പ്രണമിക്കുന്നു. എന്റെ അശ്രുകണങ്ങൾ നിന്റെ മുമ്പിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ശരീരം നിന്നെ അനുസരിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണയിച്ചിരിക്കുകയാണ്. നിന്നെ ന്യായിക്കൊണ്ട് നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. നാഥ, നിന്റെ സവിധത്തിൽ ദുആ ചെയ്യുന്നവരിൽ ദൗർഭാഗ്യവാനാക്കി എന്നെ മാറ്റരുതേ. എന്നോട് കാരുണ്യത്തോടെയും ആർദ്രതയോടെയും പെരുമാറണമേ. ഏറ്റവും കൂടുതൽ അർത്ഥനകൾ സ്വീകരിക്കുന്നവനെ, ഏറ്റവും കൂടുതൽ നൽകുന്നവനെ എന്റെ ദുആ നീ സ്വീകരിച്ചാലും. അള്ളാഹുവിന്റെ ഭയത്തിന്റെ ഉദാത്തമായ മാതൃക പ്രകടമാക്കിയ മഹാനായ പ്രവാചകൻ തന്റെ സമുദായത്തിന്റെ മുമ്പാകെ സമർപ്പിച്ച മാതൃകയാണിത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ദുആകളും ഈ ദൈവഭയത്തിൽ നിറഞ്ഞിരിക്കുന്നതായി കാണാം. അള്ളാഹുവിനോടുള്ള ഭയത്തിൽ ഭയചകിതമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത വ്യക്തിയായിരുന്നിട്ട് കൂടി ഇതാണ് അവസ്ഥ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ളവർ റളിയല്ലാഹു അൻഹും എന്ന സ്ഥാനപ്പേരിന് പോലും അർഹരാവുകയും ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാതൃകയും तो हम भी अल्लाह ताला ഒരു ഭയവുമാണ് നാം നമ്മിൽ ഉണ്ടാക്കേണ്ടത്. ഈ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് നാം ഇത് നമ്മിൽ ഉണ്ടാക്കി തീർക്കുകയാണെങ്കിൽ നാമും അള്ളാഹുവിന്റെ ഫദ്ലിനെ കരസ്ഥമാക്കുന്നവരായി മാറുന്നതാണ്. अल्लाह ताला की खशियत की रूह को समझते हुए इसके मुताबिक അള്ളാഹു ഈ റമളാനിൽ അള്ളാഹുവിന്റെ ഭയത്തിന്റെ ആത്മാവിനെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി നമ്മെ മാറ്റട്ടെ. ഈ റമളാൻ നമുക്ക് ആത്മീയ വിപ്ലവം സംജാതമാക്കുന്നതിനുതകുന്നതാക്കി അള്ളാഹു മാറ്റട്ടെ. الحمد لله
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر